കമന്ററി പറയുന്നത് ദണ്ഡപാണി. 2 ദിവസം മുമ്പ് ഈ പേര് ഒരുപാട് കേട്ടിട്ടുണ്ട്. രാജീവിന്റെ അതിമനോഹരമായ ഒരു ഷോട്ട്, അത് കവറിലൂടെ 4 റൺകൾ ഒരു ബൗണ്ടറി നേടിയിരിക്കുകയാണ്. അതോടുകൂടി അമ്മ കേരള സ്ട്രൈക്കേഴ്സിന്റെ സ്കോർ 9 വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ. ആൻഡ് ഒടുവിൽ ഞാൻ അന്വേഷിച്ച അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്നത്തെ ഷോയില്. ഇന്ന് കലക്കൻ റീചാർജിൽ എന്റെ കൂടെ ഉണ്ട് ക്ലബ് FM 94.3. ഐ എം ദണ്ഡപാണി. എന്റെ ശബ്ദം 2 ദിവസം മുമ്പ് CCL മാച്ചിൽ നിങ്ങൾ കുറെ തവണ കേട്ടിട്ടുണ്ടാവും. ഞാനൊരു ഇന്റർനാഷണൽ അമ്പയർ ആണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ ഒരു അമ്പയർ ടേൺഡ് കമന്റേറ്റർ എന്നുള്ളൊരു പദകം എനിക്ക് തന്നെ കിട്ടുന്നു തോന്നുന്നു. വെൽക്കം ടു മൈ ഷോ സർ. താങ്ക് യു. നൗ ടെൽ മീ, എങ്ങനെ ഉണ്ടായിരുന്നു കമന്റേറ്റർ ആയപ്പോഴുള്ള ദണ്ഡപാണിയുടെ അനുഭവം? കൂടുതലായിട്ട് എല്ലാരും എന്നോട് പറഞ്ഞത് ബുംഷക്കവാവ അതാണ് എല്ലാരും ചോദിച്ചുകൊണ്ടിരുന്നത് എന്നോട് കമന്ററിയുടെ കഴിഞ്ഞപ്പോ. ആദ്യമായിട്ടുള്ള അമ്പയർ ടേൺഡ് കമന്റേറ്റർ ഞാൻ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. സ്വാഭാവികമായിട്ടും കുറവുകൾ ഉണ്ടായിരുന്നു എന്ന് ആദ്യമേ മനസ്സിലാക്കുന്നത് ഞാൻ തന്നെയാണ്. ഇനിയും ആ കുറവുകൾ ഒരു പരിധിവരെ പരിഹരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇനിയുള്ള മാച്ചസിൽ എന്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഉണ്ടാവും എന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രോമിസ് ചെയ്യുന്നു. സർ, ഞാൻ കേട്ടു പിന്നെ 3 കമന്റേറ്റേഴ്സ് ഉണ്ടായിരുന്നു. 3 പേരുടെയും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കമന്റേറ്റർ ആയിട്ട് എന്നുള്ളത്. ഇസ് ദാറ്റ് ട്രൂ? എന്തായിരുന്നു കഥ? ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീ P. ബാലചന്ദ്രൻ, പിന്നെ ഷൈജുമോൻ. ഞങ്ങൾ 3 പേരുടെയും ആദ്യ സംരംഭമായിരുന്നു. CCLകാർ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയും ഇങ്ങനെ കമന്ററി പറയണം. ഇംഗ്ലീഷിൽ ഞാൻ നേരത്തെ കമന്ററി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് കമന്ററി നമുക്ക് അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം, ഒരു സന്ദർഭം കിട്ടിയത്. അപ്പൊ അത് ഒരു ചലഞ്ചായിട്ട് എടുത്ത് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അതിൽ കുറവുകൾ ഉണ്ടായിരുന്നു എന്ന് ആദ്യം തന്നെ ഞാൻ വീണ്ടും സമ്മതിക്കുകയാണ്. അത് ഇനിയുള്ള മാച്ചുകളിൽ അത് മാക്സിമം റെക്ടിഫൈ ചെയ്യാൻ. എന്താണ് ഇനിയുള്ള മാച്ചസിലെല്ലാം സർ ആണോ കമന്ററി പറയാൻ പോണേ? ഇനിയുള്ള ഈ CCL സീസൺ 3 എല്ലാ മാച്ചസിനും ഫൈനൽ വരെയുള്ളത് ഞങ്ങൾ 3 പേരുമായിരിക്കും പറയുന്നത്. ഈ ദണ്ഡപാണി എന്ന വ്യക്തി സത്യത്തിൽ ആരാണ്? നമ്മൾ കമന്ററിയുടെ പുറകിൽ കേൾക്കുന്ന ശബ്ദത്തിന്റെ ഒരു കമന്റേറ്റർ മാത്രമാണോ? കൂടുതൽ അറിയാനായി ജസ്റ്റ് ബി ദേർ ഓൺ ക്ലബ് FM 94.3. കലക്കൻ റീചാർജ്, ടൺ കണക്കിന് ഫൺ. രാജീവിന്റെ അതിമനോഹരമായ ഒരു ഷോട്ട്, അത് കവറിലൂടെ 4 റൺകൾ ഒരു ബൗണ്ടറി നേടിയിരിക്കുകയാണ്. അതോടുകൂടി അമ്മ കേരള സ്ട്രൈക്കേഴ്സിന്റെ സ്കോർ 9 വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ. കമന്ററി പറയുന്നത് ദണ്ഡപാണി. ആക്ച്വലി ദണ്ഡപാണി ആരാണ്? ടെൽ മീ സർ, ഹു ആർ യു? എറണാകുളത്ത് പുല്ലേപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് പുല്ലയിൽ മഠത്തിൽ താമസിക്കുകയാണ്. അതാണ് എന്റെ വീട്. അവിടെ നിന്നാണ് എന്റെ തുടക്കം. എപ്പോഴാ കമന്റേറ്റർ ആയത്? അപ്പോ ഷാൻ, ഇതിനകത്ത് ഞാൻ ജൂനിയർ കളിച്ചോണ്ടിരുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നി എന്നെക്കാളും വളരെ നല്ല കളിക്കാരുണ്ട്. പക്ഷെ ഇനി കളിക്കളം വിട്ടു പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു വേറെ എന്താ ചെയ്യാ, നമുക്ക് കളിക്കളത്തിൽ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോഴാണ് ഒരു അമ്പയർ ആയാൽ എന്താ എന്നൊരു ചിന്ത എനിക്കുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തി. അമ്പയർ ആവാൻ കഷ്ടമാണോ? അമ്പയർ ആവാൻ കഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാ കഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ ആണ് താനും. അങ്ങനെ ഞാൻ 1985 ഞാൻ സ്റ്റേറ്റ് പാനലില് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പാനൽ എഴുതി. അത് ഒന്നാമനായി അന്ന് ഞാൻ പാസ്സായി. അമ്പയറിന്റെ പരീക്ഷ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ലോ ബുക്ക് ഉണ്ട്. 42 ലോ ഉള്ള ഒരു ബുക്കാണ്. ബുക്ക് കണ്ടാൽ വളരെ ഒരു ചെറിയ ബുക്കാണ്. പക്ഷെ നമുക്ക് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നു. പക്ഷെ അത് എത്ര തവണ ഇന്നും ഞാൻ വായിച്ചാൽ എനിക്ക് അതിൽ സംശയങ്ങളുണ്ടാവും. അങ്ങനത്തെ ഒരു ബുക്കാണത്. 42 പേജുള്ള ലോ ബുക്കിനകത്ത് ക്രിക്കറ്റിനെ കുറിച്ച് എല്ലാം ഉണ്ട്. ക്രിക്കറ്റിന്റെ ബൈബിളാണോ? ക്രിക്കറ്റിന്റെ ബൈബിളാണ്. ക്രിക്കറ്റിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാവുന്ന എല്ലാ സന്ദർഭങ്ങളും എല്ലാ സാഹചര്യങ്ങളും എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് അതിനകത്തുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിച്ച് നമുക്ക് പരീക്ഷയുണ്ട്. റിട്ടണും പ്രാക്ടിക്കലും വൈവേ ഉണ്ട്. സാധാരണ അങ്ങനെയാണ് നമ്മുടെ ഈ പരീക്ഷ ചെയ്യാം. അപ്പൊ അതില് നമ്മൾ എഴുതി. അന്ന് എനിക്ക് 1985 ഞാൻ ടോപ്പറായിട്ട് അന്ന് കേരള സ്റ്റേറ്റിൽ പാസ്സായി. അമ്പയർ ആവാൻ വേണ്ടി ഒരുപാട് പേര് എക്സാം എഴുതുമോ? തീർച്ചയായിട്ടും കണ്ടമാനം ആൾക്കാർ അതിന് എക്സാം എഴുതുന്നതാണ്. ഹൈലി പേയിങ് പ്രൊഫഷൻ ആണോ അമ്പയർ ആവുക? അന്ന് ഞങ്ങളൊക്കെ പാസ്സാകുമ്പോൾ ഒരിക്കലും ആയിരുന്നില്ല. കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് ഇട്ടാണ് അമ്പയർ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഉച്ചക്കൊക്കെ വെറും ഒരു കട്ടൻ കാപ്പിയോ ഒരു ഏത്തപ്പഴവും തിന്നാണ് അമ്പയർ ചെയ്യുന്നതെന്നൊക്കെ ഒരു ഡേ മുഴുവൻ. ചില ദിവസങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ടൂർണമെന്റ് കമ്മിറ്റിക്കാർ കേട്ടാൽ എന്നെ അടിക്കും. ഒന്നും കിട്ടാതെ പോലും ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഗ്യാപ്പില്ല. ഒരു മാച്ച് കഴിഞ്ഞു അടുത്ത മാച്ച് ഉടൻ തന്നെ ചെയ്യണം. അപ്പൊ നമുക്ക് എന്നിട്ട് ഒരു ഡ്രിങ്ക്സിന്റെ സമയത്തൊക്കെയാണ് നമുക്കൊരു പഴമൊക്കെ കിട്ടുന്നത്. അമ്പയറിംഗിന്റെ പരീക്ഷയിൽ കേരള സ്റ്റേറ്റിൽ ഒന്നാമനായിട്ട് പാസ്സായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം പിന്നീട് ഇന്റർനാഷണൽ അമ്പയറായി, പിന്നീട് ഇംഗ്ലീഷ് കമന്റേറ്ററായി, അതിനുശേഷം CCLന്റെ മലയാളം കമന്റേറ്ററായി. അദ്ദേഹത്തിന്റെ പേരാണ് ദണ്ഡപാണി. ക്ലബ് FM 94.3. Lots more fun waiting for you. കല്ലക്കൻ റീചാർജ് മച്ചാന കാത്തിരുന്നാട്ടാ. ഇഷ്ടംപോലെ ഫണ്ണ് വരുന്നുണ്ട്. ടൺ കണക്കിന് ഫൺ.
Well, I have with me CCL commentator Mr. ദണ്ഡപാണി. CCL commentary കഴിഞ്ഞിട്ട് സാർക്ക് സത്യം പറയണം, ചീത്ത കേട്ടോ. Breakfast Club on Kalakan Recharge. സ്വാഭാവികമായിട്ടും രണ്ടും കേട്ടു. ചിലവര് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, ചിലവര് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ചിലവര് മോശമായിട്ട് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത്. എന്ന് വെച്ചാൽ ഷാൻ തന്നെ ഇപ്പൊ ഷാന്റെ ഒരു ഷോ ചെയ്യുന്നു. ഷാന് തന്നെ എല്ലാരും നല്ലതാണെന്ന് പറയുന്നുണ്ടോ? ചിലവര് ചീത്ത പറയും, ചിലവര് വളിപ്പാണെന്ന് പറയും, ഇത് കേൾക്കാൻ പറ്റില്ല എന്ന് പറയും, ഇല്ലേ? ഇതൊക്കെ അപ്പൊ നമ്മള് ഒരു മീഡിയയിൽ അല്ലെങ്കിൽ നമ്മളൊരു ജനങ്ങളുടെ മുമ്പിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും ഇതിന് പലതരത്തിലുള്ള റിയാക്ഷൻസ് വരും. ഇവരുടെ എന്താ പറയാനുള്ളത്? ഒരു കമന്റേറ്റർ പറഞ്ഞു നവീൻ പോളിന്ന്. ആക്ച്വലി അത് നിവിൻ പോളി ആണെന്ന് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. ബട്ട് രണ്ടാം വർഷം നവീൻ പോളിന്ന് ആവർത്തിക്കുന്നു. സോ എന്താണ് ഇങ്ങനത്തെ CCL ലൈവ് കമന്ററിൽ വരുന്ന? അല്ല, നമ്മൾ ആ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ 32 പല്ലിന്റെ ഇടയ്ക്കുള്ള ഒരു നാക്കാണ്. തെറ്റുകൾ സംഭവിക്കാം. തെറ്റാണെന്ന് പറയുന്നവരുണ്ടല്ലോ, അവരാരെങ്കിലും ഒന്ന് പറയുമ്പോഴും ഇത് സംഭവിച്ചുകൂടാന്നില്ല, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും തെറ്റുകൾ ഉണ്ട് എന്നുള്ള ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. നമ്മൾ തന്നെയാണ് ആദ്യം എഗ്രി ചെയ്യുന്ന ആൾക്കാരെ. പിന്നെ അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാന്ന് മാത്രമേ നടക്കുള്ളൂ. സർ, ഒരു ഇംഗ്ലീഷ് കമന്ററി മലയാളം കമന്ററി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം സർ ഇംഗ്ലീഷ് കമന്ററി കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. റേഡിയോ കമന്ററി കേട്ടുകൊണ്ടാണ് ദണ്ഡപാണിക്ക് ക്രിക്കറ്റിനോട് സ്നേഹം തുടങ്ങിയത്. അതെ. ഒരു ഇംഗ്ലീഷ് കമന്ററി അല്ലെങ്കിൽ ഒരു ഹർഷ ബോഗ്ലെ കമന്ററിയും സാറുടെ ഒരു ഇംഗ്ലീഷ് കമന്ററിയും ഒരു സാധാരണ മലയാളം കമന്ററി തമ്മിലുള്ള വ്യത്യാസം എന്താ? തെണ്ടുൽക്കർ കളിക്കുന്നതും ഇവിടെ ജഗദീഷ് കളിക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പറമ്പിൽ കളിക്കുന്ന ഒരു പയ്യനും എങ്ങനെയാണെന്ന് ചോദിക്കുന്ന മാതിരിയാണ് ക്രിക്കറ്റ് വൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അവരവർക്കൊരു ഐഡന്റിറ്റി വേണം. നമ്മൾ ഹർഷ ബോഗ്ലെ ആകാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ദണ്ഡപാണിയായിട്ട് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ എനിക്ക് ഹർഷ ബോഗ്ലെ ആണെന്നല്ല. എനിക്ക് എന്റേതായ ഒരു ഐഡന്റിറ്റി എന്റെ സ്വരത്തിൽ കേൾക്കണം. പിന്നെ ഇത് ഒരു കാര്യം, കമന്ററി ക്രിക്കറ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ പറയാനാണ് ഏറ്റവും സുഖം. വെച്ചാൽ പല നമ്മുടെ വേർഡ്സും നമുക്ക് മലയാളിയായിരിക്കാൻ പറ്റില്ല ഇതിന്റെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഏറ്റവും സുഖം. പക്ഷെ ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അല്ല, കലരാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു മംഗ്ലീഷാണ് പറയണത്, അല്ലാണ്ട് മലയാളവും അല്ല ഇംഗ്ലീഷും അല്ല. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിലെ കമന്റേറ്റർ ദണ്ഡപാണിയാണ്. 10:22 AM ഓൺ ദ സ്റ്റുഡിയോ ക്ലോക്ക്. അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ കമന്ററിയും ആരും മറക്കാൻ ഇടയില്ല. Breakfast Club on Kalakan Recharge. എന്തൊക്കെയാണ് ഒരു കമന്റേറ്റർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് പറഞ്ഞുതരാം? അല്ല, ഈ ഡയറക്ടറിന്റെ ഒരു ഫീഡ് നമ്മുടെ ചെവിയിലുണ്ടാവും. ഡയറക്ടർ എന്ന് പറഞ്ഞ ഷോന്റെ ഇതിന്റെ ഒരു ഡയറക്ടറുണ്ട്. ആ ഡയറക്ടർ 24 ക്യാമറ, അങ്ങേര് 24 പേരെയാണ് അങ്ങേര്. അതിൽ കുറെ ക്യാമറമാരുണ്ട്, കമന്റേറ്റേഴ്സ് ഉണ്ട്, മറ്റുള്ള ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ അങ്ങേര് ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ ചെവിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കും. അപ്പൊ അതിങ്ങനെ ചെവിയിൽ ഒരു ചെവിയിൽ കേൾക്കുന്നുണ്ട്. സെക്കൻഡ് തിങ്, ഗ്രൗണ്ടിൽ നടക്കുന്നത് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷമാണ് ടിവിയിൽ വരിക. അതെ, അല്ലാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പൊ നമ്മള് ടിവിയിൽ മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ എന്ന് ആദ്യമേ തന്നെ അവർ പറയും. ഗ്രൗണ്ടിലല്ല നോക്കണം. അല്ലെ, ഗ്രൗണ്ടിൽ നോക്കണം. അതേസമയം നമ്മളെ ശ്രദ്ധ കൂടുതലും ടിവിയിലായിരിക്കണം. അതേസമയം ഇതിപ്പോ എന്താ പെട്ടെന്ന് വെച്ചാൽ ഈ ടിവിയില് കാണിക്കുമ്പോഴത്തെ അതിനു മുമ്പ് തന്നെ ഇവിടെ ഒച്ചയായിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് ബൗണ്ടറി പോയി എന്ന് വിചാരിക്കുക ഒരു ബോള്. നമ്മളിവിടെ ടിവിയിൽ കാണുമ്പോ പന്ത് പകുതിയെ പോയിട്ടുണ്ടാവുള്ളൂ, ഇവിടെ ഭയങ്കര ഒച്ചയായിരിക്കും. കാണുന്ന പ്രേക്ഷകരൊക്കെ എന്താ ഇയാൾ ബൗണ്ടറി എന്ന് പറയാത്തതെന്ന് വിചാരിക്കും. നമ്മൾ ടിവിയിൽ അത് കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡിന് ശേഷമാണ് നമ്മൾ ടിവിയിൽ ഈ ബൗണ്ടറി കാണുന്നത്. ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ കോങ്കണ്ണാവോന്ന് അറിഞ്ഞൂടാ. ഒരു കണ്ണ് ടിവിയിലും ഒരു കണ്ണ് നമ്മള് ഗ്രൗണ്ടിലും കൂടെ വെക്കേണ്ടി വരും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ കമന്ററി ബോക്സസ് നമ്മുടെ ഇവിടെ ഉള്ള ഒന്നും തന്നെ സൗണ്ട് പ്രൂഫ് അല്ല. അപ്പൊ എന്താ വെച്ചാൽ ഈ ആൾക്കാരുടെ ഇത്ര ശബ്ദം ഇത് പറഞ്ഞാൽ ഇങ്ങനെ ചെവിയില്ല, മറ്റേത് ഈ ചെവിയില്. ഒരു ചെവിയിൽ ഈവന്റ് ഡയറക്ട് ചെയ്യുന്ന ആളുടെ ഫീഡ്, അത് ഫീഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ചെവിയിൽ പബ്ലിക്കിന്റെ ഇത്. ഇതിനിടയിൽ കൂടെ നമ്മൾ ഇത്രയും ഇതും നോക്കണം. ഇതിലെല്ലാത്തിനും ഇടയിൽ കൂടെ നമ്മൾ തെറ്റാതെ നമ്മള് മലയാളത്തിൽ ഇത് പറയുകയും കൂടെ വേണം. അത് ആദ്യമായിട്ട്. അതെ, അത് ആദ്യമായിട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു പരുവായിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു ചലഞ്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക് എന്ന് പറയുന്നത് എന്റെ മകനാണ്. അവൻ എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ വലിയ സെന്റൻസസ് ഉപേക്ഷിക്കുക. ജനറലി ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് യു ഹാവ് ഡൺ വെരി വെൽ. നാക്ക് കുഴങ്ങിപ്പോയി അല്ലെങ്കിൽ പെട്ടെന്ന് 2-3 ഷോട്ട്സ് കണ്ടപ്പോൾ ഉടക്കി പോയിട്ടുള്ള 1-2 കാര്യങ്ങൾ. അല്ല, ഇപ്പൊ എവിടെയൊക്കെയാ ഉടക്കിയെന്ന് തന്നെ ആദ്യം നമ്മൾ തപ്പേണ്ടി വരും. കുറെ സ്ഥലത്ത് ഉടക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് അത് ആ ഉടക്കുകൾ ഇനി നിവർത്താൻ നോക്കുക എന്ന് മാത്രമേ നടക്കുള്ളൂ. ഇതിനേക്കാളും പിന്നെ ഇനി സാർ ആഗ്രഹിച്ച പോലെ വലിയ വലിയ കമന്ററിയുമായിട്ട് തിരിച്ചു വരട്ടെ. TV തുറന്ന് കാത്തിരിക്കാൻ കേരളം ബാക്കിയാണ്. താങ്ക് യു വെരി മച്ച് ആൻഡ് ഇറ്റ് ഈസ് മൈ പ്രിവിലേജ് ടു ബി ഹിയർ. Thank you once again. All right, so that was Dhandapani with us on Club FM 94.3 Kalakan Recharge. ഒരു കാര്യം ഞാൻ പറയാം, he was real, he was genuine and I liked him. Club FM 94.3